അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ കണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. കുക്കർ മത്തി കേട്ടോ. അപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മത്തിക്കുട്ടന്മാരിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനും കൂടെ വെക്കണം. നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ നന്നായിട്ട് മസാലയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ മത്തിക്കുട്ടന്മാരും ഈ കുക്കറിലോട്ട് തട്ടിക്കൊടുക്കാനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു ചെറിയ സവാള കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് ഒന്ന് വെളിച്ചെണ്ണയിൽ വഴിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില തണ്ടും ഒരു 2 പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സവാള നമ്മൾ സാധാ കറി വെക്കുന്ന സമയത്ത് ഒത്തിരി വഴറ്റിയെടുക്കണം. അങ്ങനെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് എണ്ണയിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ശേഷം നമ്മുടെ മത്തി ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പുറത്തോട്ട് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പിഴുപുളിയും കൂടെ ഒന്ന് കുതിർത്ത് പിഴിഞ്ഞ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുക്കറിൻ്റെ അടപ്പ് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 വിസിലടിച്ചെടുത്താൽ നമ്മുടെ മത്തിക്കുട്ടന്മാർ റെഡി ആവും കേട്ടോ. അപ്പോൾ നമുക്ക് വിസിലടിക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. കുക്കറിൽ പ്രഷറൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മത്തി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചൂടോടുകൂടെ തന്നെ ഒരു പാത്രത്തിലോട്ട് തട്ടിയിട്ട് കൊടുക്കാം. കുറച്ച് ഗ്രേവിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടെ വെള്ളം പിഴുപുളി നമ്മൾ പിഴുതെടുക്കുന്ന സമയത്ത് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പിഴുപുളി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് ഗ്രേവിയോട് കൂടെ കിട്ടും കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു മത്തി റെസിപ്പിയാണിത്. എല്ലാവരും മത്തി ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ട് ഇഷ്ടമാവും നിങ്ങൾക്ക്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവരോടും ഒത്തിരി സ്നേഹത്തോടെ ബായ്.